അങ്ങനെ നാളുകൾക്ക് ശേഷം ഞാൻ അമ്മേൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. നമുക്കറിയാം വെക്കേഷൻ ടൈമിൽ നമുക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ട് ടൈമാണ് വെക്കേഷന് അമ്മ വീട്ടിലേക്ക് പോകാന്നുള്ളത്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഒറ്റയ്ക്കാണ് പോകുന്നത്. കാരണം അമ്മയ്ക്കും ചേട്ടനൊന്നും ഒഴിവില്ല. പിന്നെ അമ്മയ്ക്ക് പനി ആയതുകൊണ്ട് അമ്മയ്ക്ക് വരാനും പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒറ്റയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോയിട്ട് പെട്ടെന്ന് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വെറുതെ മുഖത്ത് മോയ്സ്ചറൈസർ മാത്രം ഇട്ട് മുടി വേലക്കൊന്ന് കെട്ടി വെച്ചിട്ട് ഞാൻ റെഡിയായി. അപ്പോൾ ഞാൻ അമ്മേനോട് ഇങ്ങനെ പറയുന്നതാണ് ഇപ്പോൾ ഈ കാണുന്നത്. അമ്മ ഇങ്ങനെ ശ്രദ്ധിച്ചോളോ, ഒറ്റയ്ക്ക് പോകുന്നതുകൊണ്ട് തന്നെ KSRTCയിൽ പോകുന്നുണ്ടെങ്കിൽ ഏകദേശം 2.5 മണിക്കൂറുണ്ട് അങ്ങോട്ട് പോകാൻ. അപ്പോൾ ഞാൻ അങ്ങനെ ഇറങ്ങിയിട്ട് ഈ ചങ്കുവെട്ടിയാണ്. ചങ്കുവെട്ടീൻ്റെ അവിടെ നിന്നാണ് തൃശ്ശൂർ റൂട്ടിലോട്ടുള്ള ബസ് കയറുന്നത്. അപ്പോൾ കുറച്ച് നേരം ഞാൻ വെയിറ്റ് ചെയ്ത്. ഡിസംബർ ക്രിസ്മസ് ആയതുകൊണ്ട് തിരക്കുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് കയറിയത്. അത്യാവശ്യം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ കയറി. ഇത് KSRTCൻ്റെ ട്രാവൽ കാർഡാട്ടോ. എത്ര പേരിങ്ങനെ യൂസ് ചെയ്യും. ഞാൻ ഈ അടുത്താണ് അറിഞ്ഞത്. എൻ്റെ അമ്മ ഇത് എടുത്ത ടൈമിലാണ് അറിയുന്നത് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന് തന്നെ. ആക്ച്വലി ഈ കാർഡിൽ നമുക്ക് പൈസ നമ്മൾ ഇട്ട് വെച്ചാൽ ഈ കാർഡ് മാത്രം കൊണ്ടുപോയി നമ്മൾ വെറുതെ പൈസ ക്യാരി ചെയ്ത് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. പിന്നെ ഇതാ കുറ്റിപ്പുറം കഴിഞ്ഞപ്പോഴത്തേനും ഉച്ചയായപ്പോൾ ഈ നമ്മുടെ ബസ് എന്ത് ചെയ്തു, സൈഡിൽ നിർത്തിയിട്ട് കണ്ടക്ടേഴ്സിനൊക്കെ ഫുഡ് കഴിക്കാൻ കയറി. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു കുപ്പി തണുത്ത വെള്ളം വാങ്ങിച്ചു. നല്ല ദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു കുപ്പിയൊക്കെ വെള്ളം വാങ്ങിച്ചിട്ട് വെച്ചു. വേറെ ഒന്നും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് കഴിക്കാനൊന്നും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനൊരു ഉറക്കമൊക്കെ ഉറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ തൃശ്ശൂരെത്തി. വലിയ ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്തി. അങ്ങനെ ഇവിടെ എത്തിയപ്പോഴേക്കും മാമൻ എന്നെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ ലാഗൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ബൈക്കിൽ കയറിയിട്ട് ഞാനിതാ ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് നേരെ തറവാട്ടിലോട്ട് വിടുകയാണ്. പിന്നെ എൻ്റെ ഫേവറേറ്റ് പ്ലേസാണ് ഇത് നല്ല പച്ചപ്പള MLA പാടം എന്ന് ഞങ്ങൾ പറയാം. ഇവിടെ എത്തുമ്പോൾ തന്നെ ആ ഒരു അമ്മ വീട്ടിലെത്തിയൊരു ഫീലാണ് എനിക്ക്. അങ്ങനെ നല്ല രസമാണ്. ഇത് കഴിഞ്ഞാലൊരു റെയിൽവേ പാളാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ടൊരു വളവ് കഴിഞ്ഞിട്ടാണ് അമ്മ വീട്ടുള്ളത്. അങ്ങനെ അത് അമ്മ വീട്ടിലെത്തി. നല്ല രസമാട്ടോ. എനിക്ക് എൻ്റെ ഏറ്റവും ആ ഒരു കുട്ടിക്കാലത്തോട്ട് പിന്നോട്ട് പോകുന്ന ആ ഒരു ടൈമാണ് ഇവിടെ എത്തുന്ന ടൈം. ഇവിടെ എത്തിയപ്പോൾ കസിൻസിനൊക്കെ കണ്ടു. അവരൊക്കെ എന്താ വരാത്തെന്ന് പറയുമായിരുന്നു. യൂട്യൂബ് ചാനൽ. ഹായ്. അങ്ങനെ അമ്മ വീട്ടിൽ വന്നാണ് ഫസ്റ്റത്തെ ചടങ്ങാണ് അമ്മമ്മേനെ കാണുക, സംസാരിക്കുക എന്നുള്ളത്. അമ്മമ്മയ്ക്ക് നല്ല പ്രായമുണ്ട് ഇപ്പോൾ തന്നെ. ഏകദേശം 99 98 ആണ്. അത്രയും പ്രായമുള്ളതുകൊണ്ട് തന്നെ ഭയങ്കര മറവിയാണ് ആൾക്ക്. അപ്പോൾ എന്നെ കണ്ടാൽ ചില ടൈമിൽ എന്നെ മനസ്സിലാവും, പക്ഷേ ചില ടൈമിൽ ആരാ ചോദിക്കുന്നോട്. അപ്പോൾ ഈ ടൈമിൽ കണ്ടപ്പോഴും എന്നോട് അതാ ചോദിക്കുന്നത്, ആരാന്ന്. ഹലോ, ഓർമ്മ ഉണ്ട് എന്നെ? ഞാൻ ആരായിരിക്കും? മാളു. അങ്ങനെ ഇപ്രാവശ്യം പോയപ്പോഴും അമ്മമ്മയ്ക്ക് എന്നെ ഓർമ്മയേ ഉണ്ടായിരുന്നില്ല. മേ ബി അമ്മ ഒരുമിച്ച് വന്നിരുന്നെങ്കിൽ ഓർമ്മ ഉണ്ടാവുമായിരിക്കും, പക്ഷേ എന്നെ ഒറ്റയ്ക്ക് കണ്ടിട്ടൊന്നും മനസ്സിലായില്ല. പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഫുഡ് അടിച്ചു. പിന്നെ മാമൻ ഒരു പ്ലം കേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ പ്ലം കേക്ക് കഴിച്ചു. അപ്പോഴാണ് അവരുണ്ടാക്കി ക്രിസ്മസ് ട്രീ കാണിച്ചത്. അടിപൊളി ക്രിസ്മസ് ട്രീ ആയിരുന്നു കേട്ടോ. അപ്പം മാമൻ എന്നെ കണ്ട് എന്നെ ബോഡി ഷേമിങ് തന്നത്. ഇത് എന്തെങ്കിലും ഈ ഡയലോഗിന് മാറ്റം വരുമോ? വരാൻ സാധ്യത കുറവാ. നീ ഉണക്കമാന്തൽ പോയി ഉണക്കമാന്തൽ എന്നോട് അന്വേഷിച്ച് പറയല്ലോ, നീ തടിച്ചല്ലോ അങ്ങനെ. അയ്യോ, അവളാ കണ്ണിന് പറ്റില്ലെങ്കിൽ മേ ബി വലിയച്ഛന്റെ കണ്ണിനാകും. എന്റെ കണ്ണിന് നീ കണ്ണാട വെച്ചിട്ടില്ലേ മാറാൻ? അത് വെയിലത്തൊന്ന് കണ്ടോണ്ടാവും. നീ അത് ശരി, ഓക്കെ. അങ്ങനെ വില്ലേജിനെ ബ്ലോക്ക് ചെയ്തിട്ട് വെറുതെ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ കാണുന്ന ടൈമിലാണ് എന്നോട് എൻ്റെ കസിനെ വിളിച്ചിട്ട് പറഞ്ഞത്, നീ ഇങ്ങോട്ട് പോകാൻ എനിക്കൊരു സാധനം കാണിച്ചിരുന്നു പറഞ്ഞിട്ട് എനിക്ക് 4-5 വർഷം പഴക്കമുള്ള മുന്തിരി വൈൻ കാണിച്ചിരുന്നത്. കുഞ്ഞിച്ചാ, ഇത് എത്ര വർഷം പഴക്കമുള്ള വൈനാ? 4-5 വർഷം പഴക്കമുള്ള നമ്മുടെ വൈൻ. ബീട്രൂട്ട് വൈൻ. ഫസ്റ്റ് ആദ്യം ഞങ്ങൾക്ക് തന്നത് ബീട്രൂട്ട് വൈനാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്താ തോന്നിയത്, ബീട്രൂട്ട് വൈനാണെന്ന് തോന്നിയോ? ഇല്ലല്ലോ, അത് മുന്തിരി വൈനാണ് പിന്നെയാണ് പറഞ്ഞത്. കാളുന്നുണ്ടാ? വീര്യണ്ടോ? ഇല്ലേ എന്ന് എനിക്ക് കുറച്ച് ചോദിക്ക്.
ക്രിസ്മസിന്റെ ഇടയ്ക്ക് പിന്നെ നമ്മൾ എപ്പോഴാ വെള്ളം അടിക്കുക? കുറച്ചുകൂടെ പറഞ്ഞിട്ട് ആ കുപ്പിയിലുള്ള പകുതി നമ്മൾ തന്നെയാണ് കുടിച്ച് തീർത്തത്. പക്ഷെ വലിയ വീരില്ലാത്തതുകൊണ്ട് വലിയ ബോഡിക്ക് ഇങ്ങനെ കിക്കും തോന്നില്ല. പിന്നെ അതെൻ്റെ വേറെ കസിനാണ്, ചേച്ചീൻ്റെ മോനാണത്. പിന്നെ ഇതാണ് നമ്മുടെ ശംഭുക്കുട്ടൻ. നമ്മളെ മാമൻ അതിന് ശംഭുക്കുട്ടൻ എന്ന് വിളിക്കുക. അപ്പോൾ ഞങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളും ശംഭുക്കുട്ടൻ എന്ന് വിളിക്കുക. അപ്പോൾ അത് ഓടിപ്പോയപ്പോൾ അതിനെ പിടിച്ചുകൊണ്ട് വന്ന് ഞാനതിനെ കൊഞ്ചിക്കണാണ് ഈ കാണുന്നത് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള, ഇവിടെ വന്ന ഒരു തെരുവ് പട്ടിക്ക് ഉണ്ടായ കുട്ടിയാണ്. പക്ഷെ ഭയങ്കര ക്യൂട്ടാണ്. ചെറിയ കുട്ടികളാവുന്ന ടൈമിൽ പട്ടികളെ കാണാൻ നല്ല ക്യൂട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കുട്ടികളെ. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വെറുതെ അതിനെ വെയിലത്ത് വെച്ചിട്ട് ഇങ്ങനെ അതിനെ ഇതാക്കിയിരുന്നു. ഹായ് പഞ്ഞി, ഹായ്. ഷേക്കൻ്റെ കൊടുത്തു, ഷേക്കൻ്റെ. അങ്ങനെ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരു ഗ്ലാസ് ചായ കുടിച്ചതിന് ശേഷം വെറുതെ പാല് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ കട വരെ പോകാൻ പ്ലാൻ ഇട്ടു. അപ്പോൾ എല്ലാവരും വെറുതെ മുടിയൊക്കെ കെട്ടിയിട്ട് വെറുതെ ഒരു ഈവനിങ് വാക്ക് പോലെ പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ ഇറങ്ങാം. അപ്പോൾ നമ്മുടെ റൂണും പറഞ്ഞ് വേറെ പറ്റിയിട്ട് അവിടെ. അപ്പോൾ അവനും കൂടെ കൊണ്ടുപോകാമെന്നിങ്ങനെ പ്ലാൻ ഇട്ടപ്പോൾ പക്ഷേ അവനെ നിലയ്ക്ക് നിർത്താൻ അറിയാത്തതുകൊണ്ട് തന്നെ അവന് പിടിത്തില്ല. ഇതൊക്കെ പിന്നെ നമ്മുടെ അപ്പുറത്തെ വീട്ടിലത്തെ ചേച്ചിമാരൊക്കെയാണ്. അപ്പോൾ നമ്മൾ എത്ര പേര്, അഞ്ച് പേരും പിന്നെ നമ്മളെ ബോഡി ഗാർഡായിട്ട് നമ്മുടെ ജോഷു ഉണ്ടായിരുന്നു. അവരിങ്ങനെ ബാക്കിൽ കൈയിട്ടിട്ട് ഇങ്ങനെ നമ്മുടെ മുന്നിലൊക്കെ നടക്കും ബോഡി ഗാർഡ് രീതിയിൽ. പിന്നെ നമ്മുടെ ഇംഗ്ലി മിഠായൊക്കെ വാങ്ങിച്ച് അതൊക്കെ കഴിച്ചിട്ട് തിരിച്ച് നടന്നു ഞങ്ങൾ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സത്യം എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് ഞാൻ കവർ കൊടുക്കണമെങ്കിൽ ചവച്ച് കഴിക്കും. പിന്നെ ഞങ്ങൾ വഴിയിൽ വേറെ പരിചയക്കാരെ കണ്ടപ്പോൾ അവിടെ നിന്ന് കുറേ നേരം സംസാരിച്ച് നമ്മൾ നേരെ വീട്ടിൽ നടന്നപ്പോൾ നമ്മുടെ കുഞ്ഞച്ചനത് ഒരു കമ്പി കൊണ്ട് ഇല എളുപ്പപ്പണിക്ക് ഇങ്ങനെ കുത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബൈ ഗൈസ്.